പൂക്കി സി എമ്മിന് ഇപ്പോൾ ഈ ഫ്ലഡിൻ്റെ സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേനും യൂത്തിൻ്റെ സപ്പോർട്ട് ഓൾമോസ്റ്റ് ഫുള്ള് പോയ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ 142 ഫീറ്റാണ്. CM വിജയ്ക്ക് 152 ആക്കണം. ഈ ഡാം പൊട്ടിയാൽ കേരളം തന്നെ മാപ്പ് ചെയ്ത് ഇല്ലാണ്ടായിപ്പോ. ഡാം പൊട്ടിക്കഴിഞ്ഞാൽ വിജയണ്ണം വന്ന് പിടിച്ചു നിർത്തുമോ? അപ്പോൾ എല്ലാ വർഷം പോലെ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷവും വീണ്ടും നമ്മുടെ ഫ്ലഡ് സംഭവം വന്നു. കുറേ ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടു, കുറേ ആൾക്കാരുടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടു, കുറേ ആൾക്കാർക്ക് ജനറേഷൻസ് ആയിട്ട് പാസ് ചെയ്ത് വന്ന വെൽത്ത്, അവരുടെ വീട്, അവരുടെ വീട്ടിൽ സൂക്ഷിച്ച സാധനങ്ങൾ, കുറേ ആൾക്കാർ അവർക്ക് ഇപ്പോൾ ഈ ഓണ സീസണൊക്കെ ആയിട്ട് വാങ്ങിച്ചു വെച്ചാൽ അങ്ങനെ വെൻഡേഴ്സിന് കുറേ നഷ്ടപ്പാട് വന്നു എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അവർ ഓൾറെഡി ഈ മാസം അവസാനമാക്കാൻ വരുന്നതിന് ഓണത്തിൻ്റെ സമയമാവും. അപ്പോൾ അങ്ങനെ കുറേ നഷ്ടങ്ങൾ വീണ്ടും ആൾക്കാർക്ക് നൽകിയിട്ട് വീണ്ടും ഒരു വെള്ളപ്പൊക്കം വന്നു. പക്ഷേ സാധാരണ നടക്കുന്നത് തന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേനും വീണ്ടും മുല്ലപ്പെരിയാറിൻ്റെ ചർച്ച സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ആൾക്കാർ അതിൻ്റെ ഡിബേറ്റും സംഭവം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളെന്ന് വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ് എനിക്കൊന്ന് സുപ്രീം കോടതി പറഞ്ഞായിരുന്നു, എനിക്ക് മുല്ലപ്പെരിയാർ റീപ്ലേസ് ചെയ്യണം എന്നുള്ള സംഭവം പറഞ്ഞു. പക്ഷേ അതിൽ എന്തൊക്കെ ആക്ഷൻസ് എടുത്തുന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് അതിന് മുന്നേ ഗ്യാപ്പെല്ലാം അടക്കണമെന്ന് എന്താ പറഞ്ഞോളൂ, സിമെന്റ് ഇട്ട് ഗ്യാപ്പെല്ലാം അടയ്ക്കാനോ? സിമെന്റ് അല്ലല്ലോ, വേറെന്തോ ഒരു അത് പണിതേക്കുന്നത് മറ്റേ നമ്മുടെ എന്താ പറയുക ലൈം സ്റ്റോൺ അതുകൊണ്ടാണ്. പക്ഷെ ഈ ഗ്യാപ്പ് വന്നേക്കുന്നതും വിടവെല്ലാം എന്തോ അടച്ചു വെക്കണമെന്നോ അങ്ങനെ എന്തോ അത് എനിക്ക് തോന്നുന്നു. അത് ഇപ്പോഴും അല്ല കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതില്ലാന്ന് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ തമിഴ്നാടിന്റെ ആർഗ്യുമെന്റ് എന്താ? തമിഴ്നാട് എന്തുകൊണ്ടാണ് തമിഴ്നാട് വെള്ളം ഒഴുകുന്ന അങ്ങോട്ടാണല്ലോ, അപ്പൊ അവരുടെ കുറെ ഇറിഗേഷനും ഫെസിലിറ്റി എല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കും. 2 ലക്ഷം ഏക്കറുണ്ട് ഇത്. പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഇതിൽ നിന്നാണ്. എനിക്ക് 5ഓളം ഫാമിംഗ് നടത്തുന്ന സിറ്റീസ് കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്യുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളത്തിനെയാണ്. നമുക്ക് മുല്ലപ്പെരിയാറിലെ വെള്ളമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിന്. പക്ഷെ ഡാം നിൽക്കുന്നത് സേഫ്റ്റിയുടെ പ്രശ്നവും നമുക്കാണ്. അതാണ് അത് തുറന്നിട്ട് അന്ന് 2008 ഓർമ്മയുണ്ടോ, മഴ പെയ്തതിന് തൊട്ട് പുറകെ ഡാം തുറന്നു വിട്ടപ്പോൾ അത്ര അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ഇൻ കേസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പോകും കേരളം ഫുള്ള്. എനിക്ക് തോന്നുന്നു ഇതുപോലെ നമ്മുടെ കേരളത്തിലും 5ഓളം സിറ്റീസ് എന്തോ ഫുള്ളി വെള്ളത്തിലാവും. കോട്ടയം, എറണാകുളം എല്ലാം. എറണാകുളം ഫുള്ളി പോകുന്ന അടിയെന്ന് പറഞ്ഞാൽ വെറും അടിയല്ല കേട്ടോ, മീറ്റേഴ്സ് 5 കേസേ ഉള്ളൂ. ഞാൻ ഫുള്ള് കേരളം മാപ്പ് തന്നെ പോകുന്ന മേജർ ഡിസാസ്റ്റർ ഈ തൊട്ടടുത്ത് കിടക്കുന്ന 5ഓളം സ്ഥലങ്ങൾക്കായിരിക്കും. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇടുക്കി ഡാം ഇതിനെ ഹോൾഡ് ചെയ്യേണ്ടതാണ് ഈ വെള്ളത്തിനെ. പക്ഷേ വരാൻ പോകുന്ന ഈ ഡെബ്രീസും മരവും കല്ലും പാറ എല്ലാം കൂടെ വന്ന് അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഇല്ല. പിന്നെ കേരളം പോയി നെയ്ബറിംഗ് ആയിട്ട് കിടക്കുന്ന എല്ലാം പോയി. വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പോയിട്ട് കടലിലോട്ടായിരിക്കും വരാൻ പോകുന്നത്. കടലിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സുനാമി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു ലെവലിലായിരിക്കില്ല ഇത് ഒരു ഡിസാസ്റ്റർ നിൽക്കാൻ പോകുന്നത്. അപ്പം അത്രയും വലിയൊരു ക്രൈസിസ് ആണ്. അപ്പോഴാണ് ഇപ്പം തമിഴ്നാട് വന്നിട്ട് പറയുന്നത് വെള്ളത്തിന്റെ അടി ഇത്രയും കൂടെ കൂട്ടണ ഡാമിന് ഒരു പ്രശ്നമില്ല. 142 ഫീറ്റ് ആക്കണമെന്നാണ് പറയുന്നത്. 142 അവർക്ക് 152 ആണെന്ന്. 152 ആക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ 142 സുപ്രീം കോടതി 142 അനുവദിച്ചേക്കുന്നത്. പക്ഷേ തമിഴ്നാട് പറഞ്ഞവർക്ക് 152 ആണെന്ന്. ഡാമിന് ഒരു പ്രശ്നമില്ല. പക്ഷേ സുപ്രീം കോടതി എന്തോ ഇത് വിട്ടില്ലേ, ഡാം റീപ്ലേസ് ചെയ്യണമെന്നോ അങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ കേരളം അങ്ങോട്ട് പറഞ്ഞാ. സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് തമിഴ്നാടിന് ഇത്ര അനുവദിച്ചു കൊടുത്ത് വെള്ളം കൊടുക്കണമെന്നാണ്. ഇപ്പൊ കേരളം പറയുന്നതാണല്ലോ, അതെ നിങ്ങൾക്ക് തരേണ്ട വെള്ളം നമ്മൾ തരാം, നിങ്ങൾക്ക് വേണ്ട വെള്ളം നിങ്ങൾ എടുത്തോ, പക്ഷെ ഞങ്ങൾക്ക് വേറൊരു ഡാം ഇതിന്റെ ബാക്കി പണിയണം എന്നാണ് കേരളം പറയുന്നത്. പക്ഷേ തമിഴ്നാട് പറയുന്നത് നിങ്ങളതിപ്പോൾ പറയും, പക്ഷേ നമുക്കെന്ത് ഗ്യാരണ്ടിയുള്ള വെള്ളം കിട്ടും എന്നുള്ളതിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കർണാടകയായിട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് നമുക്ക് വെള്ളം, അവർക്ക് ഇവിടുത്തെ വെള്ളം വേണം, അവിടുത്തെ വെള്ളം വേണം, എല്ലാം ഉള്ളവർക്ക്. പക്ഷെ അവർക്ക് അതാണല്ലോ പ്രശ്നം, അവർക്ക് വെള്ളത്തിൽ ഭയങ്കര പ്രശ്നമാണല്ലോ. അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഫാമിംഗ് ആണ് തമിഴ്നാട്ടിൽ മെയിൻ. അപ്പോൾ അവർക്ക് അത്രയും വെള്ളം ആവശ്യമുണ്ട്. അവർക്കാണെങ്കിൽ അവിടെ മഴയ്ക്ക് മഴയില്ല, നമുക്കാണെങ്കിൽ മഴയ്ക്കൊരു പഞ്ഞമില്ല. വെസ്റ്റേൺ ഗാർഡ്സും അതും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു സീസണായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിനക്കറിയാലോ, നീ കൂടുതൽ മഴയും അനുഭവിച്ച ഒരു ആളായതുകൊണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിന് പഞ്ഞമില്ല, പക്ഷേ വെള്ളം കൂടുതലാണെങ്കിലോ അവർക്ക് നേരെ തിരിച്ചാ, അവർക്ക് വെള്ളത്തിന് ഒത്തിരി ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു ഡാം അപ്പുറത്ത് പണിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം അവർക്ക് മൊത്തത്തിൽ എടുക്കാമല്ലോ. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ഈ കൺസ്ട്രക്ഷൻ്റെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ ഒഴുകുന്നത് റൂട്ട് വിട്ടേക്കുന്നത് ഫുള്ള് ആ ഒരു ഏരിയയിലോട്ടാണ്, തമിഴ്നാട് ഏരിയ. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഇതുണ്ട്. സോ അതും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ എൻ്റെ ബാക്കിലത്തെ ജിയോഗ്രഫി കാര്യങ്ങൾ എങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു പുള്ളിയുടെ വീഡിയോ ഞാൻ കുറേ കാണുമായിരുന്നു. പുള്ളി
ഇതുപോലെ പുറത്ത് വന്നിട്ട് ഡാമിൻ്റെ അത് പ്രശ്നങ്ങളാണ് ഇത് പ്രശ്നങ്ങൾ ഡാമിലോട്ട് അവിടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് വെള്ളം ഇങ്ങനെ ഇറ്റിങ്ങനെ വീഴുന്നതിൻ്റെയും നനവും ഫുള്ള് നനഞ്ഞിരിക്കുന്നത് ഡാമിൻ്റെ ഒരു ഭാഗം. പുള്ളി പറഞ്ഞു ഇത്രയും നനവ് പുറത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്നാമത്തെ കാര്യം നനവൊന്നും അങ്ങനെ വരാൻ പാടില്ല, പെനട്രേറ്റ് ചെയ്ത് ഇപ്പുറത്ത് വരാൻ പാടില്ല, തൊടുമ്പം ആ നനവ് ഉണ്ടാവരുത്. അതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈവൻ ഏതോ ഒരു യൂണിവേഴ്സിറ്റി, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓൾറെഡി പറഞ്ഞു ഈ ഡാം തീർന്നു, എൻ്റെ പരിപാടി കഴിഞ്ഞെന്ന് പറയാം. എനിക്ക് 100 വർഷത്തിന് മുകളിലായി, 150 വർഷത്തിന് 100 വർഷം താങ്ങത്തുള്ളൂ. ഇപ്പൊ 130 പക്ഷെ സ്റ്റിൽ 130 വർഷം. അതിന്റെ ലൈഫ് പറയുന്നത് 100 വർഷം. ഇപ്പൊ 130 ഇനി ഇതിപ്പോ എത്ര നാൾ താങ്ങുന്നൊന്നും പറയാനൊക്കത്തില്ല. അതാണ് ഭയങ്കര ഒരു സേഫ്റ്റി കൺസേൺ ആണ് നമുക്ക്. വലിയൊരു റിസ്കിലാണ് കേരളം മുഴുവൻ നിൽക്കുന്നത്, ആലോചിച്ച് നോക്കണം. അതുമല്ല പ്രശ്നം എനിക്ക് മനസ്സിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും കറക്റ്റ് മഴയാകുമ്പോൾ മാത്രം മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം വരും. എന്താ മുല്ലപ്പെരിയാർ അത് കഴിയുമ്പോൾ ഇല്ലേ, പിന്നെ എല്ലാവരും എന്താ മറന്നു പോകുന്നതാണോ, അതോ ഇതൊന്നും പൊട്ടത്തില്ല എന്നുള്ളൊരു ധൈര്യമാണോ? എനിക്കത് മനസ്സിലാകുന്നില്ല. അത് കഴിയുമ്പോൾ പ്രയോറിറ്റി മാറി. അതാ എനിക്കൊന്ന് ഇപ്പൊ വരാൻ കാരണം ഇപ്പൊ തമിഴ്നാട് ഒരു പുതിയ ബഡ്ജറ്റ് റിലീസ് ചെയ്തു. അതിനകത്ത് അവര് ആരോടും ചോദിക്കാതെ തന്നെ ഒരു ഇതും കിട്ടും. പിന്നെ പോലെ വെള്ളത്തിന് മുല്ലപ്പെരിയാറിന്റെ ഞങ്ങൾ ഇത്രയും കൂട്ടുക, ആരോടും ചോദിച്ചൊന്നുമില്ല, അവരങ്ങ് ഇട്ടു. 152 ആക്കുമ്പോൾ അതാ നിൽക്കുന്നത്. വിജയണ്ണൻ പണി ഇയാളങ്ങോട്ട് കയറിയപ്പോ തന്നെ നമുക്കിട്ട് പണി തരികയാണെന്നുള്ളത്. പുള്ളി എല്ലാവർക്കും പണി, കർണാടകയ്ക്ക് പണി കൊടുത്ത് എന്നിട്ട് കേരളത്തിന് പണി തന്നു. അയാളുടെ ഫാൻ ഈവൻ വിജയണ്ണന്റെ പാർട്ടിയുടെ കുറെ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇത് നമുക്ക് ഇത്രയും സേഫ്റ്റിയുടെ ഒരു പ്രശ്നം വന്നിരിക്കും. എനിക്ക് ഒന്നെങ്കിൽ പിന്നെ അവർക്ക് എന്തുകൊണ്ട് എഗ്രി ചെയ്തുകൂടാ, നമുക്കിവിടെ ഒരു ബാക്കിലൊരു സപ്പോർട്ടിങ് ഡാം പോലെ അതിന് പണി വരണമെങ്കിൽ എത്ര വർഷം അതെടുക്കും, ടൈം വർഷങ്ങളെന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുക്കും. പക്ഷെ അവരോട് പറയുന്ന വെള്ളം കൊടുക്കാന്ന് പറയുന്നത്, സ്റ്റിൽ വെള്ളം നിങ്ങൾക്ക് തരുന്നത് നമുക്ക് തരാം. ഈ വെള്ളം അതിൽ കിടക്കുന്ന ഡാമിൽ കിടക്കുന്ന വെള്ളം നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അത് സ്റ്റിൽ നമ്മൾ എന്തായാലും ഈ ഡാമിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടായിരിക്കൂലേ എന്തായാലും തുറന്നു വിടണ്ടേ? ഐ മീൻ പുതിയത് പണിയണമെന്ന് തന്നെ എന്തായാലും തുറന്നു വിടണ്ടേ? അതാ പറയാം. എനിക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ പ്ലാൻ എങ്ങനെയാണെന്ന് അതൊക്കെ വലിയ സംഭവം. യുഎസിലൊക്കെ വലിയൊരു ഡാം, ഇതിന്റെ അപ്പുറത്തെ വലിയ ഡാം ഒക്കെ പണിഞ്ഞിട്ടുണ്ട്. ഒരു ഡാം ലൈക്ക് വീക്ക് ആയപ്പോൾ അതൊക്കെ വലിയ കാര്യം എന്നുള്ള കാര്യമല്ല. അവരൊന്നും സമ്മതിക്കുവാണെങ്കിൽ ചെയ്യാതെ കാര്യമുള്ളൂ, പോസിബിൾ ആണ്. പക്ഷെ അവർ സമ്മതിക്കണം. അവർക്ക് പക്ഷെ അത്രയും കാലം വെള്ളം കിട്ടാനുള്ള റിസ്ക് ഉണ്ട്. അതാണ് അവർ. ഞാനിവിടെ പോയിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ മാമനും അവരെല്ലാം ഇവിടുത്തെ PWD വർക്ക് ചെയ്യുന്നത് മുല്ലപ്പെരിയാറിൻ്റെ. സോ അപ്പോൾ നേരിട്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവിടെ ഡാമിൽ. അങ്ങനെ ആരെയും വിടത്തില്ല, പക്ഷെ ഇവരുടെ കൂടെ പോകണമെങ്കിൽ നമുക്ക് പോവാം ഡാമിലോട്ട്. ആ ഏരിയ ഫുള്ള് റെസ്ട്രിക്റ്റഡ്, അങ്ങോട്ട് ഒരു മനുഷ്യന് കയറാൻ പറ്റത്തില്ല. അതാണ് വേറെ. ഇപ്പം നമ്മൾ ഇടുക്കി ഡാമിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഡാമിലോട്ടൊക്കെ കയറാം, ഡാമിന് അങ്ങോട്ട് പോകാം, ഡാമിന് മണ്ടക്കോട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാം. പക്ഷെ ഇവിടെ ഒന്നും പറ്റത്തില്ല. ഇവിടെ പണ്ട് സമ്മതിക്കുമായിരുന്നു, എനിക്ക് ഓർമ്മ. എൻ്റെ കുഞ്ഞിലെ നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് പോകുമായിരുന്നു, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരെയും കയറ്റത്തില്ല. എപ്പോഴും ഈവൻ രാത്രിയിൽ എന്താ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി നോക്കണം വാട്ടറിൻ്റെ ലെവല്, ഇത് കാര്യങ്ങൾ ഫുള്ളി കൺഫേം ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ഇത് എൻ്റെ ഒരു കസിനാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയാണല്ലോ ഇവരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത് എന്തുമാത്രം ഫാമിലിയാണ്. ആ ഒരു ഡാമിൻ്റെ ആ വെള്ളം ഒരു ചെറിയൊരു സ്ട്രീം പോലെ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടുത്ത് കുറേ ട്രൈബ് പോലത്തെ ആൾക്കാർ താമസിക്കുന്നത്. അതും അവർക്കും ഈവൻ ഈ വെള്ളം തുറന്നു വിടാണ്ട് കയറുമ്പോഴത്തേക്കും അവരുടെ വീടെല്ലാം പോയി. കാരണം വെള്ളവും തുറന്നു വിടുന്നില്ല, ഡാമിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കയറാൻ പോകുന്ന ഇങ്ങോട്ടേക്ക് ഈ പറമ്പിലും ഇങ്ങോട്ടേക്കൊക്കെ ആയിരിക്കും കയറാൻ പോകുന്നത്. അവരൊക്കെ ചെറിയൊരു കുടിൽ വെച്ചായിരിക്കും അവിടെ താമസിക്കുന്നത്. അപ്പം അതൊക്കെയാണ് വേറെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ പറയുമ്പോൾ നമ്മൾ വേറെ ടോപ്പിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ ഫ്ലഡിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളി എന്തോ ചോറുണ്ണാനായിട്ട് എവിടോ ഫുഡ് കഴിക്കാൻ എവിടോ പുള്ളി പലരും പറയുന്നത് ഫീസ്റ്റിന് പോയതെന്നാണ്. ഫീസ്റ്റിന് പോയെന്നാണ് പറയുന്നത്. ആ ഒരു ടേബിൾ നിറച്ച് ഒത്തിരി ഫുഡ് കാര്യങ്ങൾ. അത് ഹെലികോപ്റ്റർ പിടിച്ചു പോയെന്നോ? ഹെലികോപ്റ്ററിനെ ഇതാക്കുന്നുള്ളതാണ് പറയുന്നത്. പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേറ്റിന്റെ ആവശ്യത്തിന് പെട്ടെന്ന് വേണ്ടി എത്തിത്താന്നാ പറയുന്നത്. സ്റ്റേറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി എത്തി, ഞാൻ അറിയാതൊന്ന് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് 3 മണിക്ക്. അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ് പുള്ളി ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞൊന്നുമില്ല. കണ്ടുപിടിക്കാനാണെങ്കിൽ ഇപ്പോൾ കുറേ കുറ്റം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ ആക്ച്വലായിട്ട് എന്താ സംഭവിച്ചത്? പുള്ളി എന്തോ ഉദ്ഘാടനത്തെ പോയതാണോ അതോ? എനിക്ക് കറക്റ്റ് എന്താ പ്രശ്നം മനസ്സിലായില്ല. ഇതുപോലെ എവിടെയോ പോയി. അപ്പോൾ പുള്ളി പറയുന്നത്, പുള്ളിയുടെ എക്സ്പ്ലനേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതുപോലെ എല്ലാം രാവിലെ തന്നെ പുള്ളി എല്ലാ സംസാരിക്കേണ്ട സേഫ്റ്റി ടീമുകളോട് സംസാരിച്ചു, ഗവൺമെൻറ് ഒഫീഷ്യലിനോട് സംസാരിച്ചു. പിന്നെ പുള്ളിക്ക് എക്സ്ട്രാ സമയമുള്ളതുകൊണ്ട് പുള്ളി നേരത്തെ പ്ലാൻ ചെയ്ത് ഉദ്ഘാടനമായിരുന്നു, അതിന് പോയി പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ ഫ്രണ്ടിൻ്റെ വീടെടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയതല്ല, ഫീസ്റ്റ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു എന്നാണ് പുള്ളി പറയുന്നത്. ജസ്റ്റ് ഫുഡ് കഴിച്ച ടേബിൾ ഉണ്ടായിരുന്നു. അതിപ്പോ മുഖ്യമന്ത്രി സത്യം പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷെ പുള്ളി ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പോയിട്ട് അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിറ്റിസിസം ചിലപ്പോൾ വരത്തില്ലായിരിക്കും. ഇപ്പൊ പുള്ളിയോട് അവിടെ ആദ്യം പോയോണ്ടായിരിക്കും പിന്നെ ഒരു ഇത് വന്നത് ചിലപ്പോ. ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ മുഖ്യമന്ത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി
സോഷ്യൽ മീഡിയ കൂടി കയറി വന്നതാണ്. ആൾക്കാർ ജയിപ്പിച്ചിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ പൂക്കിയാക്കിയതും അതിനു മുമ്പ് പുള്ളിനെ സപ്പോർട്ട് ചെയ്ത പുള്ളി തന്നെ. അപ്പോൾ അതിൻ്റെ സംഭവം ഇപ്പോൾ മോർ ദാൻ പൊളിറ്റിക്സ്, നമ്മൾ പൊളിറ്റിക്സ് പറയുന്ന പെർസെപ്ഷൻ്റെ ഗെയിമാണല്ലോ. ആൾക്കാർ മോർ ദാൻ എന്ത് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർക്ക് തോന്നിപ്പിക്കണം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് അത് പോലും അത് എങ്കിലും കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇവൻ പുള്ളി മീഡിയനെ വിളിക്കുന്ന പുള്ളി തുടക്കത്തിൽ മീഡിയയിൽ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു, പുള്ളിയുടെ പൂക്കിയ സംഭവമൊക്കെ വന്നു. ഇപ്പോൾ പുള്ളി മീഡിയയോട് ചൂടാവുന്നു, നിങ്ങളെ അധികം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഇറക്കി വിടും, ഞാനിപ്പോൾ അധികം സംസാരിക്കുന്ന നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഒബ്വിയസ്ലി അത് പുള്ളീനെ ജയിപ്പിച്ച ആൾക്കാരെ കളിയാക്കുന്ന പോലെ അല്ലേ. അല്ലെങ്കിൽ പുള്ളി ഇത്ര നാളും എന്താ പറയുന്നത് പൂക്കി ആയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് പുള്ളി വേറെ ഇമേജ് അല്ല കയറ്റിവിടുന്നത്. പക്ഷെ അതും ശരിയാണ്. കാരണം ഒത്തിരി വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. മേജറായിട്ട് പിന്നെ നമ്മളൊരു വീഡിയോയും കേട്ടില്ല. അന്നത്തെ ആ വണ്ടി മോഡിഫിക്കേഷൻ്റെ കുറേ വൈറൽ സംഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്വയറ്റായിരുന്നു. നമ്മളിനി ഫോളോ ചെയ്യാത്തതുകൊണ്ടാണോന്ന് എനിക്കല്ല, കാരണം നമുക്ക് എന്തായാലും നാട്ടിലെ ന്യൂസൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര കാമായിരുന്നു. പിന്നെ കേൾക്കുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അഡ്രസ്സ് ചെയ്തില്ല, ഇത്തരം പ്രശ്നത്തിൽ കിടക്കുന്ന ആൾക്കാരൊന്നും അഡ്രസ്സ് ചെയ്തില്ല, പുള്ളിയെ സമയത്ത് പോയി ഫുഡ് കഴിക്കാൻ പോയെന്നുള്ളത്. പക്ഷേ ക്രിറ്റിസിസം അത് നല്ലപോലെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ പുള്ളി എന്താ 10,000 രൂപ എന്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് ഈ ഉൾപ്പൊട്ടലിൽ പ്രശ്നം വന്നവർക്ക് 10,000 റുപ്പീസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊരിത്. പക്ഷേ അവിടെ രണ്ട് സൈഡാണ് പറയുന്നുണ്ട് ആളുകൾ. ഒരു ടീം പറയുന്നത് 10,000 രൂപ കൊടുക്കുമെന്ന് പറയുന്നുള്ളതാണ്, ഒരു ടീം പറയുന്നത് ഇന്ന ആൾക്കാർക്ക് 8 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ചാൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, മരിച്ചവർക്ക് ഫ്യൂണറലിനുള്ള പൈസ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, അതിനുവേണ്ടി 10,000-ൻ്റെ കേസ് പറയുന്നത്. പിന്നെ ആൾക്കാർക്ക് എക്സ്പെൻഷനുള്ള പൈസ, ഫുഡ് വേറെ, അങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സത്യം പറയുന്നത് വെരിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സമയത്ത് നമുക്കറിയത്തില്ല. ഇതിന് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടാകും. ഇതിപ്പോൾ എല്ലാ വർഷവും വരുന്ന ഒരു സംഭവമല്ലേ, എല്ലാ വർഷവും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫ്ലഡ്, അത് ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. പക്ഷേ എനിക്കൊന്ന് നമുക്ക് നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം അങ്ങനെ ഇല്ല നാട്ടിലാണെങ്കിലും. എവിടെ കണ്ടിട്ടുള്ളത്, ഏത് ഓടയാ ക്ലോഗല്ലാണ്ട് കണ്ടിട്ടുള്ളത്? ഓടയ്ക്കകത്തുനിന്നൊക്കെ എത്ര വെള്ളം വെച്ചാൽ വെള്ളത്തിന്റെ അല്ലടാ, വെള്ളം പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും, നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല, എല്ലാം ഇതിനകത്താണ്. അല്ല ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഫ്ലഡ് വന്നാൽ തന്നെ അത് കടൽ എടുക്കണം എന്നാണ് പറയുന്നത്, വെള്ളം കടലെടുക്കണം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചു വെച്ചാൽ കടൽ എടുത്തില്ല, അത് ബാക്കിലൊക്കെ ഇരിക്കുക, തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ എടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കടൽ എടുക്കണം. നമ്മുടെ കേരളം ഇത്തിരി താഴ്ന്ന ലെവലല്ലേ ഒരു ജിയോഗ്രഫി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേ വരത്തുള്ളൂ. അത് സീ എടുത്തില്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നത്, മേളിലോട്ട് പോകത്തുമില്ല. നമുക്ക് വന്ന പ്രശ്നം വന്നിട്ടേ പിന്നെ മേളിലോട്ട് പോകത്തുള്ളൂ, മേളിലോട്ട് പോകത്തില്ലല്ലോ. അങ്ങനെ ശരിയാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലല്ലേ ഇപ്പോൾ ഈ വർഷത്തെ വെള്ളത്തിന്റെ ലെവൽസ് നമ്മൾ വെള്ളപ്പൊക്കം അതെനിക്ക് കറക്റ്റ് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ഒക്കെ എത്ര ഉള്ളൂ? 18-നെക്കാട്ടിലും കുറവാന്ന് എനിക്ക് കുറവാ. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇത് 18 തൊട്ടുള്ള ലെവലായത്. 2018 ആയിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അത്രയും വന്നിട്ടില്ല. ബട്ട് 2018 ഭയങ്കര വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു അത്. ആൾക്കാർ വീട് വരെ എത്തിയായിരുന്നു. ഷൈനൊക്കെ ടെറസിലായിരുന്നു, ഞങ്ങളൊക്കെ 2ാമത്തെ നിലയിലായിരുന്നു. ഞങ്ങളുടെ താഴത്തെ നിലയിലൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വെള്ളം കയറി, 100 വർഷത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അത് വെള്ളം കയറുന്നത്. ആ ലെവൽ വെള്ളപ്പൊക്കെ വരുന്നു. സീനായിരുന്നു നമ്മുടെ ഷൈന അയമണ്ടത്തെ വാട്ടർ ടാഗ്. അന്നൊക്കെ വേറെ ലെവലായിരുന്നു. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആയിരുന്നു. കറണ്ടില്ല, ഒരാഴ്ചയായിട്ട് കറണ്ടില്ല, വീട്ടിൽ വെള്ളമില്ല. ഞാനൊക്കെ പുറത്ത് വലിയൊരു ചരുവൊക്കെ വെച്ചിട്ട് മഴവെള്ളം പിടിച്ച് ഞങ്ങളെല്ലാം ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് അതൊക്കെ കുടിച്ചതും എല്ലാത്തിനകത്തായിരുന്നു. ആ വെള്ളത്തിലൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്തുനിന്നുള്ള 2 പേര് വന്നേക്കുന്നത്. കാരണം അവർക്ക് ഒരു നിലയേ ഉള്ളൂ. അവരുടെ വീട്ടിൽ വെള്ളം കയറി. അപ്പോൾ അവരാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അവിടെ 2 പ്രായമുള്ളൊരു അപ്പച്ചൊരു അമ്മച്ചിയുണ്ട്, 2 കൊച്ചു പിള്ളേരുണ്ട്. കാരണം അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളാണെങ്കിൽ അവരുടെ ഇത് നോക്കി കിടക്കും. കുറേ ശോകമായിരുന്നു ആ ഒരു. ഈവൻ ഫുഡ് ആണെങ്കിൽ ആ സമയത്ത് ഹെലികോപ്റ്ററിൽ വന്നിട്ട് മോളിൽ നിന്ന് നമ്മൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച വെള്ളം എല്ലാം താഴ്ന്ന് റോട്ടിൽ മാത്രമേ വെള്ളം ഉള്ളപ്പോൾ ഹെലികോപ്റ്റർ ആകാശത്തു നിന്ന് സാധനം താഴെ പൊട്ടിച്ചെതറിയല്ലോ. അന്നൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു പുള്ളിക്കാരി ചാക്ക് കൊണ്ട് വന്നിട്ട് സാധനം എല്ലാം മാരിക്കൊണ്ട് പോവുക. ഒരു പലചരക്കേട് തുടങ്ങാനുള്ള സാധനം മാരിക്കൊണ്ട് പോയവർ. എന്നിട്ട് അത് നിറയുമ്പോൾ അടുത്ത ചാക്ക് കൊണ്ട് വരും. ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കും. പുറത്തുനിന്ന് സാധനം ഇടുമ്പോൾ എയർ ഡ്രോപ്പ് പോലെ സാധനം ഇടുമ്പോൾ ഓടി വന്ന് പെറുകിയെടുത്തോണ്ട് വീട്ടിൽ കയറും. ഡ്യൂട്ടി ചെയ്തിട്ട് പോകും. അടിപൊളിയായിരുന്നു. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇതിപ്പോ ഒരു ഉത്സവമാണ്. ഞങ്ങളോടൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്, അതല്ല പറഞ്ഞത്. പക്ഷെ പിള്ളേർ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് റീൽസ് ഒക്കെ ഇട്ട് വെള്ളത്തിൽ കൂടെ നീന്തി കളിച്ച് സുഖമായിട്ട് നടക്കാന്മാരൊക്കെ മോഡിഫൈഡ് വണ്ടികളാണ്. ആൾക്കാരുടെ ഒരുമയൊക്കെ കാണണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു. ഇതുപോലത്തെ അൺഫോർച്ചുനേറ്റ് മോഡിഫൈഡ് വണ്ടികൾ, പിന്നെ ഫിഷർമാൻ അവർ ബോട്ടിലെടുത്ത് ചെയ്യാൻ, അതൊക്കെ ഭയങ്കര ഒരു ഹെലികോപ്റ്റർ സംഭവമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു. ഇപ്പം എൻ്റെ മമ്മി നിന്ന ഒരു ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ അവർക്ക് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫസ്റ്റ് ഫ്ലോർ പകുതി വെള്ളം നിറഞ്ഞായിരുന്നു. ഒരു സെക്കൻഡ് ഫ്ലോറിൽ ഇതുപോലെ ഹെലികോപ്റ്റർ വന്ന് റെസ്ക്യൂ ചെയ്ത്. ഹെലികോപ്റ്ററിൽ വന്ന ആൾക്കാർ പൊക്കി കയറ്റി അവരിതുപോലെ ഹെലികോപ്റ്റർ വന്ന് ഫുഡ് പൊറോട്ടയും ഇതൊക്കെ കൊടുത്തിട്ട് പോയി. കൊടുത്ത്
സംഭവം അന്ന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തായിരുന്നു. ഇത് എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യുന്നതിനല്ല ക്രിറ്റിസിസം, എനിക്കൊന്ന് പുള്ളിയുടെ ഡിമീനർ അല്ലെങ്കിൽ മീഡിയയോടുള്ള റെസ്പോൺസിലാണ് ആൾക്കാർക്ക് ചെറിയൊരു ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈവൻ ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പരിധിവരെ കുറേ ആൾക്കാരൊന്നും ഗവൺമെൻറ്റിനോട് സഹകരിക്കില്ല. അവർ പറയും എനിക്ക് വീട്ടിൽ തന്നെ നിന്നാൽ മതി. ഇവർ മറ്റേ സെൻറ്റേഴ്സ് ഉണ്ടാക്കുമല്ലോ, എല്ലാവരെയും കൊണ്ടുപോയി വെള്ളം കയറുന്ന വീട്ടിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കാൻ. പക്ഷെ ആൾക്കാരപ്പം സമ്മതിക്കില്ല, എനിക്ക് വീട്ടിൽ തന്നെ നിന്നാൽ മതി, അങ്ങോട്ടൊന്നും പോകണ്ടെന്നുള്ള ഇത് പറയും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പറയും ഇങ്ങോട്ടൊന്നും ആരും വന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അത് വേറൊരു സൈഡാണ്. പക്ഷെ എന്നാലും ഇപ്പം നീ പറഞ്ഞ പോലെ ഇപ്പം പുള്ളി കുറേ ബാക്ക്ലാഷ് ഫേസ് ചെയ്യുന്നത് പുള്ളി മീഡിയനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ടും ഒരുമിച്ചായിരുന്നു ഇതിന് കൂടെ നിന്ന്. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷക്കാരാണെങ്കിൽ കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ എന്ത് ചെയ്താലും കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ. ലൈക്ക് സപ്പോർട്ടൊന്നുമില്ല അവരെ കൊണ്ട്. അതൊരു കുഴപ്പമാണ്. കാരണം ഇങ്ങനെ ഇത് വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനാണ് നോക്കണ്ട. അല്ലാതെ അവിടെ ആ ഒരു പൊളിറ്റിക്സ് കയറ്റിക്കൊണ്ട് വരുന്ന കുറച്ച് ശോകമായിട്ട് എനിക്ക് കാരണം ഇവർക്ക് ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പം പുള്ളി ഫുഡ് കഴിക്കാൻ പോയി ഇല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തില്ല. അത് പക്ഷേ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അത് ചെയ്യുന്നത് കുറച്ച് ശോകമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ കുറേയൊക്കെ കേട്ടത് ഞാൻ അങ്ങനെ തന്നെ. കുറേ പേരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് അവരൊക്കെ എതിരെ ഉണ്ട്, കുറേ പേര് ഇവർക്കെതിരെ ഉണ്ട്. അതെന്തായാലും ഉണ്ടാവും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ, ബാക്ക് ടു മുല്ലപ്പെരിയാർ, നിങ്ങളുടെയൊക്കെ സ്റ്റാൻഡ് എവിടെയാണ്? ഐ മീൻ നമുക്കിപ്പോൾ എന്താ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളൊരു ഡാം പണിയണമെന്ന് പറയുമോ? പണിയണ പിന്നെ 100 വർഷം താങ്ങേണ്ട സമയം 130 വർഷം പോയി. ഇപ്പം നിൽക്കുന്നത് തന്നെ ഭാഗ്യം വിചാരിച്ചാൽ മതി. അതെന്തായാലും പുതുക്കി പണിയേണ്ട സമയം പണിഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീട് എല്ലാം പോവും, വീടും കുടുംബം എല്ലാം പോവും. അപ്പോൾ വിജയണ്ണൻ വന്നിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാലോ? വിജയണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുമാതിരി നെഞ്ചിൽ കുടി കിറക്കും മക്കളോട്. വിജയണ്ണന്റെ സിനിമയെല്ലാം ബാൻ ചെയ്യണം ഇനി കേരളത്തിൽ എന്നാണ് എൻ്റെ തീർന്നു. ഷൈനോനെ ബാൻ ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ഇത്രയും സ്ലോ ആയിട്ട് നമ്മൾ എത്ര നാളെ ഈ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2016-15 സമയങ്ങളിൽ തന്നെ അതിന്റെ സംഭവം കേട്ടിരുന്നു. 2018 കഴിഞ്ഞപ്പോൾ തന്നെ എങ്കിലും എത്ര സ്ലോ ആയിട്ട് ഗവൺമെന്റ് മൂവ് ചെയ്യുന്നതിലാണ് ദേഷ്യം വരുന്നത്. ഇത് ഓക്കെ, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണ്ടേ, എന്തെങ്കിലും സംഭവം സ്റ്റാർട്ട് ചെയ്യണ്ടേ, അതിലെന്തെങ്കിലും പണി നടത്തിയ ഡാം കിട്ടും. അടുത്ത ഡാം ഉണ്ടാക്കാനായിട്ടുള്ള പണി സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ വെള്ളം വരുന്ന ഡാം കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാതിരുന്നാലും അതല്ല, ഇപ്പൊ ഏത് ഗവൺമെന്റ് പവറിൽ വന്നാൽ അതിന് മുന്നേ ഇപ്പം ലാസ്റ്റ് ഇതിൽ CPM വരുന്നതിന് മുന്നേ അവർ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. മുല്ലപ്പെരിയാർ നമ്മളിപ്പോൾ ഇതാക്കും അങ്ങനെ. എന്നിട്ട് പവറിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പമില്ലെന്നാണല്ലോ പറയുന്നത്. എഞ്ചിനീയേഴ്സ് എല്ലാം പോയി പറഞ്ഞില്ല ഒരു പ്രശ്നമില്ലാന്ന്. ഇത് തന്നെ ഇങ്ങനെ റൗണ്ടാ നടന്നുകൊണ്ടിരിക്കുക. വരുന്നവർ പറയും മുല്ലപ്പെരിയാറിൽ ആക്ഷൻ എടുക്കുമെന്ന്, വന്നു കഴിയുമ്പോൾ പറയും ഒരു പ്രശ്നമില്ല, എഞ്ചിനീയേഴ്സ് പറഞ്ഞ ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷേ കാണുന്നവർക്കും ബാക്കിയുള്ളവർക്കും ഇതൊന്നും ഒരിക്കലും കൺവിൻസിങ് അല്ല. കാരണം ഇതിപ്പോൾ ആര് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഏത് ഇതിലാണ് ഈ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്? 1886 ഇത് പണിയുന്നത് എപ്പോഴായിരുന്നു? 1886 ആ സമയം അന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഈ സമയം വരെ താങ്ങത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ല അത് മോഡേൺ ആർക്കിടെക്ചറും പോട്ടെ, ഭയങ്കര പഴയ ആർക്കിടെക്ചറാണ്. അതും ലൈം സ്റ്റോണും ഇത് വെച്ചിട്ടാണ് പണിതേക്കുന്നത്. അതും സ്ട്രെങ്ത് ഇല്ല, നല്ല 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 സ്ട്രോങ് ആണ്. അതും നമ്മുടെ കൂടെ കൺസ്ട്രക്ഷൻ അല്ല, അത് എനിക്കൊന്ന് ബ്രിട്ടീഷുകാരുടെ ഇതാണ്. അപ്പോൾ അത് സ്ട്രോങ് ആണ്. പക്ഷെ എന്നാലും അവരൊരു എസ്റ്റിമേറ്റ് എടുത്തത് 100 കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഇതൊരു സെഞ്ചുറിയും കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തോട്ടും പോയിട്ട് ഈ വെള്ളവും ഇതെല്ലാം നനവും ഇതെല്ലാം ഈ വിള്ളലും ഇതെല്ലാം കണ്ടിട്ട് സ്റ്റിൽ ഒരു പ്രശ്നമില്ല, ഡാമിനിയും 100 വർഷം കൂടെ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു ഗവൺമെന്റ് ഏറ്റെടുക്കാത്തതിന്റെ കുഴപ്പമാണത്. പക്ഷേ ഗവൺമെന്റ് മാത്രമൊന്നും ചെയ്യാൻ പറ്റില്ല. തമിഴ്നാടിന്റെ കൂടെ ആവശ്യമുണ്ട്. സുപ്രീം കോടതി സമ്മതിക്കണം, കുറേ ഇത് വേണം. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. അതാണ് വലിയൊരു കുഴപ്പം. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവരൊക്കെ എന്താണെന്നും ചെയ്യാത്തത് തന്നെയാണ് മനസ്സിലാത്തത്. ഇപ്പോൾ സുപ്രീം കോടതി ആണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. ഇപ്പോൾ ഇത്രയും ഒരു സംഭവം നടക്കുമ്പോൾ വലിയൊരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ അവർ നോക്കണ്ട. അല്ലാതെ അവർക്ക് വെള്ളം വേണം ശരിയാണ്, പക്ഷെ അതിന് വേറെ എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കണം. അല്ലാതെ ഇത്രയും പേരെ കൊന്നുകൊണ്ട് റിസ്ക് എടുക്കുവാണ്, കൊല്ലുന്നില്ല, പക്ഷെ വലിയൊരു റിസ്ക്കാണ് അവരെടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഇത് ചിലപ്പോൾ VD സതീശൻ ചിലപ്പോൾ മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടി, VD സതീശൻ, വിജയ്, എത്ര കാലമായിട്ട് കേൾക്കുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലം പോലെ കേൾക്കുന്ന മുല്ലപ്പെരിയാറിന് അന്ന് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ കാരണം ഇപ്പൊ വിജയ് പിന്നെ ഇച്ചിരി എന്താ ഇങ്ങനൊരു ഫോഴ്സ് വിട്ടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അതാ പറഞ്ഞത്, അങ്ങനെ ഒരു ഫോഴ്സിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാകുമായിരിക്കും പുള്ളിക്ക് അവിടെ. പുള്ളി എന്നാ ഒരു ഹീറോ മൈൻഡാണ് പുള്ളിക്ക് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. പുള്ളി ഒന്നും വിട്ടുകൊടുക്കുന്ന മൈൻഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമാറൻ മൈൻഡ് സെറ്റാ. വിജയ് സ്ലോ അല്ല, വിജയ് ഫാസ്റ്റ് ആണ്. ചെയ്യുന്ന സംഭവത്തിനാണെങ്കിലും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പടപടയെന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ കമ്പയർഡ് ടു നമ്മുടെ പൊളിറ്റീഷ്യൻസ് വരുന്നു,
വന്നിട്ട് നമ്മൾ ആദ്യത്തെ 6 മാസം കൊടുക്കും വന്നു ഇനിയിപ്പോൾ ഒന്ന് യൂസ് ടു ആവട്ടെ യൂസ് ടു ആകുമ്പോഴത്തേക്ക് നമ്മളവർക്കും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സംഭവം വന്നു പിന്നെ നമ്മൾ പകുതിയാകുമ്പോൾ ഓർക്കും അയ്യോ എന്തായാലും തീരാ ഇനിയിപ്പോൾ അടുത്ത വർഷമായിട്ട്. അപ്പം അങ്ങനെ സമയം കളയുന്നതിനെക്കാളും വിജയ് വന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി. അത് അറ്റ്ലീസ്റ്റ് എല്ലാ ആഴ്ച എന്തെങ്കിലും കാണുന്നുണ്ട്. ആ പ്രശ്നം കഴിഞ്ഞ ആഴ്ച കർണാടക ആയിട്ടിരുന്ന പ്രശ്നം, ഇപ്പോൾ കേരളമായിട്ടാണ് പ്രശ്നം. അതിനിടയ്ക്ക് പുള്ളി മറ്റേ വൈറൽ വീഡിയോ ഒക്കെ 2 എണ്ണം വിട്ടു, മറ്റേ മാസാനൊക്കെ കാണിച്ചു. നീറ്റിനെതിരെ ഉണ്ടായിരുന്നു, നീറ്റിനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുപോലെ അത് എക്സ്ട്രീമായി പോയി. +2 പരീക്ഷ വെച്ചിട്ട് MBBS കയറണമെന്നൊക്കെ ഉള്ളു പറയണേ, സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇട്ട്. നടക്കുന്ന കേസൊന്നും അല്ലത്. സ്റ്റേറ്റ്മെന്റ് ഇട്ടത് ഇത് കിടപ്പുണ്ട് ട്വിറ്ററിലാണോ? ഇല്ല, ഞാൻ കണ്ട ഇൻസ്റ്റാഗ്രാമില്ല. പക്ഷെ പുള്ളിയുടെ ഗവൺമെന്റിന്റെ ആ സ്റ്റേറ്റിന്റെ ആ ഫോം അതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ ഇതും കൊണ്ട് ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. സോ അടുത്ത ആഴ്ചയിൽ വീണ്ടും പുതിയ പോഡ്കാസ്റ്റും പുതിയ ടോപ്പുകളായിട്ട് നിങ്ങൾ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ബൈ.